MLT പഠനവും പരീക്ഷയും കഴിഞ്ഞതിന്റെ പിറ്റേന്ന് നസ്രിൻ, ഹിബ, റിസ്ബ, റിസ എന്നിവർ സ്ഥിരമായി കയറിയിരുന്ന സ്വകാര്യ ബസ്സിൽ ഒരിക്കൽ കൂടി കയറി. 3 വർഷത്തോളം സുരക്ഷിതമായി കോളേജിലെത്തിച്ച ബസ് ജീവനക്കാരായ അനിക്കും മുരളിക്കും യാത്രയയപ്പ്, ഒപ്പം സമ്മാനവും നൽകി. ഈ ജോലി തുടങ്ങിയിട്ട് ആദ്യമായി ഒരു സമ്മാനം കിട്ടിയപ്പോൾ അനിക്കും മുരളിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെള്ളിമാടുകുന്ന് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഐഡിയൽ ബസ്സിലെ ജീവനക്കാർക്ക് വിദ്യാർത്ഥികൾ സർപ്രൈസ് ഗിഫ്റ്റ് നൽകുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. വിദ്യാർത്ഥികൾ ബസ് ജീവനക്കാർക്ക് ഷർട്ടും മുണ്ടും സമ്മാനിച്ചു. 3 വർഷമായി ഇവർ ഈ ബസ്സിലെ സ്ഥിരം യാത്രക്കാരാണ്. മറ്റൊരു ബസ് ജീവനക്കാർക്കും ഇല്ലാത്ത സ്നേഹമാണ് ഞങ്ങൾക്ക് അവരോട്. നമ്മുടെ കലാലയ ജീവിതത്തിൽ അവർക്കും വലിയ പങ്കുണ്ട്. മുഖം കറുപ്പിക്കാത്ത, ചീത്ത പറയാത്ത ബസ് ജീവനക്കാരോട് ഞങ്ങൾക്കുള്ള സ്നേഹം ST കോട്ടയിൽ ഒരിക്കലെങ്കിലും ബസ് യാത്ര ചെയ്തവർക്ക് മനസ്സിലാകുമെന്ന് ഇവർ പറയുന്നു. വർഷങ്ങളായി ബസ്സിൽ ജോലി ചെയ്യുന്ന മുരളിയും അനിയും ഈ തൊഴിലിൽ ആദ്യമായി ഒരു സമ്മാനം ലഭിച്ചതിൽ സന്തോഷവും ആശ്ചര്യവുമാണ്. സമ്മാനം കിട്ടിയ ഷർട്ടും മുണ്ടുമെല്ലാം ഇരുവർക്കും ഇഷ്ടമായെന്നും വീട്ടിൽ കാണിച്ചപ്പോൾ വീട്ടുകാരെല്ലാം ഏറെ സന്തോഷിച്ചെന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അനിയും മുരളിയും പറയുന്നു. മെഡിക്കൽ കോളേജ് വെള്ളിമാടുകുന്ന് റൂട്ടിൽ ആകെ 2 ബസ്സുകളാണ് ഓടുന്നത്. ബസ്സിനെ ആശ്രയിക്കുന്നവരെല്ലാം സ്ഥിരം യാത്രക്കാരാണ്. എല്ലാവരോടും എന്നും നന്നായി മാത്രമേ പെരുമാറാറുള്ളൂ. ദിവസവും കാണുന്നവരല്ലേ, മുരളിയും അനിയും പറഞ്ഞു. രാവിലെയും വൈകിട്ടും ബസ്സിൽ നിറയെ കുട്ടികളുണ്ടാകും. ST കൺസഷൻ കോട്ടയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികളെ ചില ബസ് ജീവനക്കാരെ പോലെ വഴക്ക് പറയുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാറില്ല. എല്ലാവരോടും സ്നേഹം മാത്രമേയുള്ളൂവെന്നും അതുകൊണ്ടാണ് കുട്ടികളെ സമ്മാനങ്ങൾ നൽകാൻ പ്രേരിപ്പിക്കുന്നതെന്നും അനിയും മുരളിയും പറയുന്നു. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.